നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പരയിൽ നിർണായക നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കൂട്ടക്കൊലപാതകം നടന്നുവന്ന വെളിപ്പെടുത്തലിൽ മണ്ണ് നീക്കിയുള്ള രണ്ടാം ഘട്ട പരിശോധന പുരോഗമിക്കുകയാണ്. നേത്രാവതി പുഴയോരത്തായിരുന്നു ഇന്നലെ തെരച്ചിൽ നടത്തിയതെങ്കിൽ ഇന്ന് വനമേഖലയോട് ചേർന്നാണ് തെരച്ചിൽ. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വനമേഖലയിൽ മാത്രം 10 ഇടങ്ങളിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. SIT ತನಿಖೆಗೆ ಕಳಿಸಿದಂತ ನನಗೆ ಸಂತೋಷ ಆಗಿದೆ. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೆ ಕೂಡ ತನಿಖೆ ಆಗಬೇಕು, ನನಗೆ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇಲ್ಲಿ ಆದಂಥ ಎಷ್ಟು ವರ್ಷದಿಂದ ಆದಂಥ ಮಕ್ಕಳ ಅತ್ಯಾಚಾರ ಮಾಡಿ ಕೊಲೆ ಮಾಡಿದಂಥ ಮಕ್ಕಳಿಗೆ ಕೂಡ ಇದರಲ್ಲಿ ನ್ಯಾಯ ಸಿಗಬೇಕು. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೆ ಕೂಡ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇದು ತನಿಖೆ ಮಗಳದು ಕೂಡ ತನಿಖೆ ಆಗಬೇಕಂತ ನಾನು ಇವತ್ತು ಕೇಳ್ತಾ ಇದ್ದೇನೆ. അനീതിക്കെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് പോരാടണമെന്നും എന്നാൽ മാത്രമേ നീതി നടപ്പിലാകൂവെന്നും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മഹേഷ് ഷെട്ടി ടിവിയോട് വ്യക്തമാക്കി. ಧರ್ಮಸ್ಥಳ ರಿಪಬ್ಲಿಕ್ ಧರ್ಮಸ್ಥಳ ಏನಾ ಭಾರತದ ಒಳಗೆ ಇಲ್ಲ, ಅದು ಭಾರತ ದೇಶದ ಒಳಗೆ ಇಲ್ಲ, ಅದು ಬೇರೆ ದೇಶ. ಅದು ಅದಕ್ಕೆ ಕಾನೂನೇ ಬೇರೆ, ಅದಕ್ಕೆ ಪೊಲೀಸ್ ಇಲಾಖೆಯೇ ಬೇರೆ, ಅದಕ್ಕೆ ರಾಜಕೀಯ ವ್ಯವಸ್ಥೆ ಬೇರೆ. ನಾವು ಹೇಳೋದು ಅಲ್ಲೆಲ್ಲ ವಿಧಾನಸೌಧ ಮಾಡಬೇಕು, ಧರ್ಮಸ್ಥಳದಲ್ಲಿ ವಿಧಾನಸೌಧ ಮಾಡ್ಬೇಕು. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಎಲ್ಲ ಈ ಅತ್ಯಾಚಾರಿಗಳ ಚೇಲಗಳು, ಎಲ್ಲ ಅತ್ಯಾಚಾರಿಗಳ ಚೇಲಗಳು ಇವರು. ಅದಕ್ಕೆ ಹೇಳುವಂಥದ್ದು ಇಲ್ಲಿ ನ್ಯಾಯ ಸಿಗುವುದಿಲ್ಲ. ಅದಕ್ಕೆ ಒಂದು ಒಳ್ಳೆ ರೀತಿಯ ಒಂದು ಈ ದೇಶದ ಕಾನೂನಿನ, ಈ ದೇಶದ ಧರ್ಮದ, ಈ ದೇಶದ ಎಲ್ಲ ವರ್ಗದ ಜನರ ಮೇಲೆ ನಂಬಿಕೆ ಇದ್ದಂಥವರನ್ನು ಸೇರಿಸಿಕೊಂಡು ಒಂದು ಒಳ್ಳೆ ಟೀಮ್ ಮಾಡಿ ತನಿಖೆ ಮಾಡಿ, ಆದ್ರೆ ಮಾತ್ರ ಸತ್ಯ ಹೊರಗಡೆ ಬರ್ತದೆ. ಇಲ್ಲ ಬರ್ತದೆ, ಇದು ಜಗಜ್ಜಾಹೀರಾಗಬೇಕು. പോലീസ് തനിക്ക് ಯಾಕೆ ಮಾಡುವುದಿಲ್ಲ? ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇന്നലെ 1ാം ദിവസത്തെ പരിശോധന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി കാണിച്ച സ്ഥലം, ചൂണ്ടിക്കാണിച്ച സ്ഥലം 13 ഇടങ്ങൾ, അതിൽ ആദ്യ സ്ഥലത്തായിരുന്നു പരിശോധന. 2ാം ദിവസത്തെ പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തെങ്കിലും സൂചനകൾ, അതല്ലെങ്കിൽ മണ്ണ് പരിശോധനയിൽ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ഇപ്പോൾ ഈ 2ാം ദിന പരിശോധന പൂർണ്ണമായും വനമേഖല കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങൾക്കുൾപ്പെടെ അവിടെ പ്രവേശനമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതാണ് ആ വനമേഖല. വലിയ തോതിൽ ഒരുപാട് ആളുകളെ കുഴിച്ചിട്ട് ഇത്തരത്തിലുണ്ട് എന്ന് പറയുന്ന പ്രദേശമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപത്ത് കാണാം 8ാം നമ്പർ, അതായത് 8ാമത്തെ പോയിന്റാണിത്. ഈ പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ 8ാമതായ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇവിടെയും പരിശോധന നടത്തേണ്ടതുണ്ട്. നിലവിൽ 1ാമത്തെ പോയിന്റും 2ാമത്തെ പോയിന്റും നേത്രാവതി പുഴയുടെ തീരത്താണ്. അത് റവന്യൂ ഭൂമിയാണ്. അവിടെ ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ വലിയ തോതിൽ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 2 അടി കുഴിച്ചപ്പോൾ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം കൊണ്ടുകൊണ്ട് അവിടെ മുന്നോട്ട് ഇത്തരത്തിൽ പരിശോധന നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് വനമേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന അതിന് തയ്യാറെടുത്തത്. നമുക്ക് ഒന്ന് ദൃശ്യങ്ങളിൽ പോയാൽ കൃത്യമായി കാണാം. ഇതാണ് ആ ദേശീയപാത. ഈ ദേശീയപാതയുടെ ഇതിലൂടെ എത്തി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ വാഹനങ്ങളിൽ എത്തിച്ച്, അതായത് ഭാരതി ഓമിനി അതുപോലെ തന്നെ ജീപ്പ് കേന്ദ്രീകരിച്ച് മൃതദേഹങ്ങൾ എത്തിച്ച് ഇയാൾക്ക് നൽകുകയും പിന്നീട് ഇതിന് തൊട്ട് സമീപത്ത് കാണുന്ന ഈ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹം അടക്കം ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് തോമ ആ സ്ഥലം. ഇതൊരു മാർക്ക് ചെയ്ത സ്ഥലമാണ്. ഇവിടെ നമ്പർ കാണാം നമുക്ക് കൃത്യമായി. ഇത് 8ാം നമ്പർ സ്ഥലം. ഇതാണ് 8ാം നമ്പറാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്. ഇവിടെ പരിശോധന നടത്തിയിട്ടില്ല. ഇവിടെ ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് വെച്ച മാത്രമാണ്. ഇതെല്ലാം വനമേഖലയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. മാത്രമല്ല ഈ നേത്രാവതി പുഴയുടെ തീരം കൂടിയാണ്. ഇവിടെയാണ് ഇനി അടുത്ത പരിശോധന നടക്കുന്നത്. ഇതിന് തൊട്ട് സമീപത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ വനമേഖലയാണ്, പൂർണ്ണമായും വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ
ഉപയോഗിച്ചുള്ള ഒരു പരിശോധന മാത്രമേ ഇപ്പോൾ സാധ്യമാകൂ. ഏതെങ്കിലും തരത്തിൽ JCB ഉൾപ്പെടെ ഈ വനത്തിനകത്ത് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, SITയുടെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, അതുകൂടാതെ ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെ ഇപ്പോൾ ഈ പരിശോധനയിലുണ്ട്. നമുക്ക് രാവിലെ കാണാൻ സാധിച്ചത് ടോമെ 11 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഈ സംഘമെത്തിയത്, SIT സംഘമെത്തിയത്. ആ സമയത്ത് ഈ ശുചീകരണ തൊഴിലാളിയുമായി നേത്രാവതി പുഴയുടെ തീരത്ത് നിന്നും ഇവർ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്ന. അതിൽ പൂർണ്ണമായും ഈ ശുചീകരണ തൊഴിലാളിയെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് ഈ അന്വേഷണത്തിന് എന്ന് വേണം ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ. അരമണിക്കൂറോളം ഇവർ രാവിലെ ആലോചിച്ചു ഏത് ഭാഗങ്ങളിലാണ് തെരച്ചിൽ നടത്തേണ്ടത്. കാരണം നേത്രാവതി പുഴയോരത്ത് നടത്തുന്ന തെരച്ചിലിൽ ഇത്തരത്തിൽ വെള്ളം കയറി വരുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഫലപ്രദമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് പിന്നീട് ആ വനത്തിനകത്തുള്ള ഇടങ്ങളിൽ, അതായത് ഇവിടെ ഒരു 8 പോയിന്റോളം ഇതിന് സമീപത്ത് തന്നെ 8 പോയിന്റോളം ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്തത് മാത്രമല്ല അവിടെ പോലീസ് കാവലും ഏർപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ പോലീസിന് കാവലും കാണാം. ഇതാണ് ടോമെ ഈ സ്ഥലം. ഇതിപ്പോൾ ഇവിടെ പോലീസ് 24 മണിക്കൂറും ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാതിരിക്കാനാണ് ആയുധമേന്തിയ പോലീസിനെ തന്നെ ഈ സ്ഥലത്ത് നിയോഗിച്ചത്. അതായത് 2 ദിവസം മുമ്പാണ് ഇവിടെ ഇത്തരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അത് മുതൽ ഈ സമയം വരെ ഇവിടെ പോലീസിന്റെ കാവലുണ്ടെന്നാണ് ഇത് കാണാം. ഈ വനങ്ങളിലെല്ലാമാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഒരുപാട് കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. പോലീസ് വാഹനം പോകുന്നത് നമുക്ക് കാണാം. വലിയ പോലീസ് സുരക്ഷാ സംവിധാനത്തിലാണ് ഇപ്പോൾ ധർമ്മസ്ഥല ഉള്ളതെന്നും പറയേണ്ടി വരും. ഈ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് രാവിലെ എത്തുമ്പോൾ തന്നെ പോലീസ് സുരക്ഷ, ശക്തമായ പോലീസ് സുരക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വനത്തിനകത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അകത്തുള്ള ദൃശ്യങ്ങൾ കാണാമായിരുന്നു. കാരണം ഇത് പൂർണ്ണമായും വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. എന്തായാലും പരിശോധന സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ അത്തരം നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുഴയോരത്തുള്ള പരിശോധന സാധിക്കാത്തതുകൊണ്ടാണ് ഈ വനമേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് രണ്ടാം ദിവസത്തെ പരിശോധനയിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പല സംശയങ്ങളും ഉയരാം. കാരണം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് ഭയം കാരണം പിന്നീട് അവിടെ നിന്നും മാറേണ്ടി വന്നു, ഇപ്പോൾ കുറ്റബോധം കാരണം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്നാണ്. പക്ഷെ അതിനപ്പുറം മറ്റെന്തെങ്കിലും പല സംശയങ്ങളിലേക്ക് ഒരുപക്ഷെ വിരൽ ചൂണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ കാര്യങ്ങൾ നീങ്ങില്ലേ? കാരണം 2 ദിവസമായി ഇദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളാണ് അവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഓരോ നമ്പറിട്ട് 13 നമ്പറുകളായി തിരിച്ച് പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം ഇയാൾ തന്നെ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തൊന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2ാം ദിവസവും പരിശോധന മണിക്കൂറുകൾ പിന്നിടുന്നു, യാതൊരു സൂചനയുമില്ല. അതല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തു നിന്നും ആ തെളിവുകളടക്കം നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? അത്തരം സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ടോമെ, അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അത് ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 11 മണിക്കാണ് ഈ സംഘം ഇയാളെയും കൊണ്ട് എത്തിയത്. ആ സമയത്ത് അയാളുടെ മുഖത്ത് അയാൾ കൃത്യമായ ഒരു വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് പോലീസ് അത് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇന്നലത്തെ പരിശോധന 5 മണിക്കൂർ മാത്രമാണ് നീണ്ടുനിന്നത്. അതും ഈ റോഡിന് തൊട്ട് സമീപത്താണ്. വലിയ തോതിൽ ഇവിടെ റോഡ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ നിർമ്മാണം നടന്നതാണ്. അതിന്റെ മണ്ണുകളൊക്കെ ആ പ്രദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ ആഴത്തിൽ കുഴിയെടുക്കേണ്ട ഒരു സാഹചര്യം വരും. അവിടെ അങ്ങനെ കുഴിയെടുക്കാൻ ഇപ്പോഴത്തെ കാലാവസ്ഥ അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം 2 അടി കുഴിക്കുമ്പോഴേക്കും വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് 1ലും 2ലും സമാന സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് വനത്തിനകത്ത് ഇത്തരത്തിൽ കുഴിയെടുത്ത് പരിശോധനയിലേക്ക് കടക്കുന്നത്. അത് നമുക്ക് നേരത്തെ കാണാം. ഇയാൾ തെളിവിനായ ഒരു പ്രത്യേകാവശിഷ്ടം നേരത്തെ എടുത്തിരുന്നു. അതും ഇതിനകത്ത് തന്നെയാണ്. അതൊരു പക്ഷേ നമ്മളൊക്കെ നേരത്തെ ആ സ്ഥലത്ത് പോയി അതിന്റെ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചതാണ്. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ അന്വേഷണം നടത്തുന്നത്. വളരെ നിർണായകമാണ് ആ സ്ഥലം. അവിടെ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണമൊന്നും കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ ഒന്നും നടന്നിട്ടില്ല. പൂർണ്ണമായും പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളി വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത്. എന്തായാലും ഇന്നത്തെ പരിശോധന നിർണായകമാണ്. നമുക്ക് ഉച്ചയോട് അല്പസമയം കഴിഞ്ഞാൽ
ഇവർ ഉച്ചഭക്ഷണത്തിന് പുറത്തിറങ്ങുന്ന സമയമുണ്ട്. ആ സമയത്ത് കുറച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഈ വനത്തിനകത്ത് ആയതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഒരു വിവരവും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നില്ല. ഉദ്യോഗസ്ഥർ ആരും തന്നെ തിരിച്ചു വന്നിട്ടുമില്ല. രാവിലെ 11 മണിയോടുകൂടിയാണ് എത്തിയത്. അരമണിക്കൂർ ഇവർ കൂടിയാലോചന നടത്തി. പിന്നീട് എല്ലാ ഉദ്യോഗസ്ഥ സംഘങ്ങളും, അതായത് SITയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ വനത്തിനകത്തേക്ക് കയറി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഇന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഏതായാലും 13 ഇടം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 13 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ ഒന്നാം 13 ഇടങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ എത്ര സ്ഥലങ്ങളിൽ പരിശോധന നടന്നിട്ടുണ്ട്? അതോടൊപ്പം എങ്ങനെയാണ് പോലീസിന്റെ ഒരു പരിശോധനാ രീതി എങ്ങനെയാണ്? ഈ ശുചീകരണ തൊഴിലാളി നേരത്തെ വ്യക്തമാക്കിയ കാര്യം, അധികം ആഴത്തിലല്ല കുഴിയുള്ളത്, വെറുതെ മണ്ണ് മാന്തി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ JCB ഉപയോഗിച്ചത് കുഴിച്ച് ഈ മണ്ണ് കുഴിച്ച് മാറ്റി പരിശോധന നടത്തേണ്ട കാര്യമില്ലല്ലോ. സാധാരണ തൊഴിലാളികളാണോ ഇതിനുവേണ്ടി, തൊഴിലാളികൾ ഉപയോഗിച്ചാണോ പോലീസിന്റെ പരിശോധന? ടോമേ, അതിലൊരു ചെറിയ പ്രശ്നമുള്ളത്, തൊഴിലാളികൾ ഉപയോഗിച്ചായിരുന്നു പരിശോധന നടന്നത്. അപ്പോഴേക്കും ഈ റോഡിന്റെ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, ഇതാണ് ആ റോഡ്. ഇതിന് തൊട്ട് സമീപത്താണ് ആദ്യ പരിശോധന നടന്ന സ്ഥലം. ഈ റോഡിന് വേണ്ടി നിർമ്മാണം നടക്കുന്ന സമയത്ത് വലിയ തോതിൽ മണ്ണ് ഇവിടെ നിന്നും ആ ഇടത്തേക്ക് നിക്ഷേപിച്ചിരുന്നു. അതായത് ഒന്നാമത്തെ പോയിന്റ് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലം. അതുകൊണ്ട് തന്നെ അത് വലിയ ആഴത്തിൽ കുഴിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. 2 അടി 3 അടി എടുക്കുമ്പോഴേക്കും വെള്ളം വരുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ വനത്തിനകത്ത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലാളികളെ ഉപയോഗിച്ച് മാത്രമുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ണ് നീക്കി പരിശോധന, അതിനകത്ത് JCB കൊണ്ടുപോകൽ അത്ര പ്രായോഗികമല്ല. കാരണം വലിയ തോതിൽ മരങ്ങളുള്ള, മുഴുവനായും ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. നേത്രാവതി പുഴയുടെ തൊട്ട് തീരത്താണ്, പക്ഷേ കൂടുതലായും മരങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ JCB അതിനകത്ത് കൊണ്ടുപോകൽ അത്ര പ്രായോഗികമല്ല. നമുക്ക് കാണാം, ഇവിടുന്ന് തന്നെ ദൃശ്യങ്ങൾ കാണാം. ഇതിനകത്ത് ഇനി ഒരു JCB കൊണ്ടുപോയുള്ള ഒരു പരിശോധന എത്രത്തോളം പ്രായോഗികമാണ്. ഏതായാലും അത് ഇപ്പോൾ നിലവിൽ ടോം സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. അതിൽ പുരോഗതി ഇല്ലെങ്കിൽ മാത്രമേ യന്ത്ര സംവിധാനങ്ങൾ എത്തൂ. അതിനിടയിൽ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ, അത് നാളെ ഇവിടെ എത്തിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിച്ചത് വിവരം. അത് തുടക്കത്തിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരം ഒരു സംവിധാനത്തിലേക്ക് കടക്കുമെന്ന്. കാരണം ഇപ്പോൾ ഈ നല്ല മഴ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഒപ്പം ഈ നേത്രാവതി പുഴയുടെ തീരവും ആ പ്രദേശവുമാണ് ഈ പരിശോധനയൊക്കെ നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ പരിശോധന നടക്കുന്ന സ്ഥലം അത് പൂർണ്ണമായും വനമേഖലയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണമോ ഒന്നും നടന്നിട്ടില്ല. ഇദ്ദേഹം എങ്ങനെയാണോ കുഴിച്ചിട്ടുള്ളത് അതേ അവസ്ഥയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വളരെ നിർണായകമാണ് ഇപ്പോഴത്തെ പരിശോധന എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടി അത് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാകും. കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന നടത്തും. 13 ഇടങ്ങളിലും പരിശോധന നടത്തും. അതിനുശേഷം മാത്രമേ ഇയാൾ ചൂണ്ടിക്കാട്ടുന്ന, അല്ലെങ്കിൽ ഇയാൾ വെളിപ്പെടുത്തിയ 100ഓളം മൃതദേഹങ്ങൾ എന്നാണ് പറഞ്ഞത്. ആദ്യം ഈ മാർക്ക് ചെയ്ത 13 സ്ഥലത്തെ കൃത്യമായ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ മറ്റിടങ്ങളിലേക്കുള്ള പരിശോധന നടത്തൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ബൈജു, സമാന്തരമായി തന്നെ അനന്യ ഭട്ട്, സൗജന്യ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇതോടൊപ്പം ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. മലയാളിയായിട്ടുള്ള KJ ജോയിയുടെ കൊലപാതക കേസൊക്കെ ഇതേ സംഘം തന്നെയല്ലേ അന്വേഷിക്കുന്നത്? അവിടെ ഈ മണ്ണെടുത്തുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കുമോ മറ്റ് കൊലപാതക കേസുകൾ, മറ്റ് തിരോധാന കേസുകളിലേക്കും അന്വേഷണം നീങ്ങുകയുള്ളൂ? ടോമെ, ഒരു സംഘം ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കർണാടകയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെയും തിരോധാന സംബന്ധിച്ച കേസുകൾ അത് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൗജന്യ കൊലക്കേസ് അല്ലെങ്കിൽ അനന്യ ഭട്ടിന്റെ തിരോധനം, അതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഈ ധർമ്മസ്ഥല പോലീസിലെ ഏറ്റവും ഒടുവിലായി വന്ന പരാതി. ആ കേസ് കൂടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. പക്ഷേ അതിനെല്ലാം ഏറ്റവും ആവശ്യം, നിർണായകം ഇപ്പോഴത്തെ ഈ മണ്ണ് കുറിച്ചുള്ള പരിശോധനയാണ്. അതുതന്നെയാണ് ആക്ഷൻ കമ്മിറ്റി ആദ്യമായി ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടത്. ഇവർക്ക് ഏറ്റവും ആദ്യം ഇവർക്ക് വേണ്ടത് ഇവിടെ പരിശോധന നടത്തുക, എത്ര മൃതദേഹങ്ങൾ ഈ വനത്തിനകത്തുണ്ട്, ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലനുസരിച്ച് അത് കണ്ടെത്തുക എന്ന് തന്നെയാണ്. അത് തന്നെയാണ് SITയും ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. മറ്റ് കേസുകൾ സമാന്തരമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉള്ളത് ഇപ്പോൾ ഇവിടെയാണ്, ഈ വനത്തിനകത്താണ്, ഇപ്പോൾ ഈ പരിശോധന നടത്തുന്ന സ്ഥലത്താണ്. അത് കഴിഞ്ഞാൽ മാത്രമേ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക്, ഇത്തരത്തിൽ
തിരോധാനമായ സംബന്ധിച്ചായാലും വാഹനമേടിച്ച് കൊലപ്പെടുത്തിയതായാലും അത്തരമുള്ള കേസുകളിലേക്കെല്ലാം കടക്കും. നിലവിൽ ഈ ഒരു പരിശോധന ഇത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസവും വളരെ നിർണായകമാണ്. കാരണം ഇന്ന് വനത്തിനകത്താണ് പരിശോധന. വനത്തിനകത്ത് എന്തെങ്കിലും മൃതദേഹാവശങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ, അതല്ല ഇന്ന് ഏതെങ്കിലും മൃതദേഹങ്ങൾ വൈകുന്നേരത്തിനുള്ളിൽ ലഭിക്കുമോ, അതാണ് ഉയർന്ന ഏറ്റവും വലിയ ഇവിടെ നിന്നുള്ള ചോദ്യം. അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇതുവരെ ഉദ്യോഗസ്ഥർ ആരും തന്നെ പുറത്തു വന്നിട്ടില്ല. നമ്മളിപ്പോൾ പുറത്താണുള്ളത്. ഇതിനകത്ത് നമുക്ക് കയറാൻ നമുക്കല്ല, ആർക്കും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ആർക്കും അങ്ങോട്ട് കയറ്റാൻ അനുവാദമില്ല. കാരണം അത് പൂർണ്ണമായും വനംവകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. നേത്രാവതി പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. ഇപ്പുറത്ത് ദേശീയപാതയാണ്, ഇപ്പുറം നേത്രാവതി പുഴ, പിന്നീട് ഈ വനം. അങ്ങനെയാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഇവിടെ ഈ ലോറി ഇത്തരത്തിൽ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇയാളെ മൃതദേഹം ഏൽപ്പിച്ചു. അദ്ദേഹം അത് കൊണ്ടുപോയി ഇവിടെ സംസ്കരിച്ചു. അതാണ് ഇദ്ദേഹം നൽകിയ മൊഴി. ആ സ്ഥലം കൃത്യമായി പോയിന്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോലീസ് സുരക്ഷയും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിലാണ് രണ്ടാം ദിവസവും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന നടക്കുന്നത്. ധർമ്മസ്ഥലയിൽ 100-ലധികം പെൺകുട്ടികളെയും യുവതികളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് പരിശോധനയെങ്കിൽ ഇങ്ങ് കേരളത്തിൽ ആലപ്പുഴയിൽ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ കേരള പോലീസിൻ്റെയും അന്വേഷണം നടക്കുകയാണ്. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ കൂടുതൽ സ്ത്രീകളുടെ തിരോധാനവും അന്വേഷണ പരിധിയിലുണ്ട്. ബിന്ദു പത്മനാഭനും ജൈനമ്മയ്ക്കും പുറമെ 13 വർഷം മുൻപ് കാണാതായ ചേർത്തല വാരനാട് സ്വദേശിനി ഐഷക്കായാണ് തിരച്ചിൽ. പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന ഇവർ സ്ഥലമിടപാടിനായി അറസ്റ്റിലായ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് സൂചന. നമ്മുടെ ചേർത്തല മുനിസിപ്പൽ പ്രദേശത്ത് താമസിക്കുന്ന ആണ്. അത് ഇച്ചിരി കാലയളവായി, 10 വർഷത്തോളം ആയി കാണുമായിരിക്കും. ഇതുവരെ ഐഷയെ കണ്ടെത്തുവാനൊന്നും സാധിച്ചിട്ടില്ല. അത് ആദ്യഘട്ടത്തിൽ ചെറിയ അന്വേഷണം നമ്മുടെ സ്റ്റേഷൻ ബേസിൽ നടന്നല്ലാതെ പിന്നെ അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല. അവിടെ ഈ സെബാസ്റ്റ്യൻ വന്നുപോയതായിട്ട് അവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിന് സമീപത്തുള്ള സ്ഥലം കൂടിയാണ്. ആ സമയത്ത് തന്നെ പറഞ്ഞ് ഈ ബിന്ദുവിന്റെ കേസ് നടക്കുന്ന സമയത്ത് ഈ ഐഷയുടെ അവിടെ സെബാസ്റ്റ്യൻ വന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞിടക്ക് ഒരു മോൻ വന്ന് ഇങ്ങനെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നുവെന്ന് അവിടെ വന്ന് വന്ന് പറഞ്ഞതായിട്ട്. ഐഷ റിട്ടയർ ആയതാണ്. അവർ പെൻഷനും അങ്ങനെ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കൈവശപ്പെടുത്തി കാണും. ഇതിൻ്റെ അകത്ത് ഏറ്റവും പഴക്കം ബിന്ദുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സുഭാഷിനുമായിട്ട് തന്നെ കണക്റ്റിംഗ് ആണ് ഐഷയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ജൈനമ്മയുടെ കേസ്. ജൈനമ്മയുടെ ഡിസംബർ മുതലാണ്. ഇത് DNA പരിശോധന നടത്തെങ്കിൽ മാത്രമേ റിസൾട്ട് വന്നാൽ. അതേസമയം ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിൽ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ പണയം വെച്ചതായി കണ്ടെത്തി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് G ശ്രീജിത്തും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനി ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഇവിടെ 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ചിപ്പോൾ ഉള്ള അന്വേഷണം. അതിൽ മറ്റ് 2 കേസുകൾ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചേർത്തല സ്വദേശിനി, അത് 13 വർഷം മുൻപ് കാണാതായതാണ്. അതോടൊപ്പം കഴിഞ്ഞ ബിന്ദു പത്മനാഭനെ ഈ 2 പതിറ്റാണ്ട് മുൻപ് കാണാതായതാണ്. ആ 2 കേസിലും അന്വേഷണം നടത്തി തെളിയിക്കുന്നതിനേക്കാൾ എളുപ്പം ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ജൈനമ്മയുടെ കേസാകാം. അവിടെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു, അത്തരം സൂചനകളൊക്കെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിൽ ഈ ജൈനമ്മയുടെ സ്വർണ്ണ സെബാസ്റ്റ്യൻ പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് ഏതെങ്കിലും രീതിയിൽ ജൈനമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആ സ്വർണം മോഷ്ടിച്ച് പിന്നീട് അത് പണയം വെച്ചു, ആ പണം സ്വന്തമാക്കി എന്നാണോ പോലീസിന്റെ നിഗമനം? അങ്ങനെ ഒരു നിഗമനത്തിലാണ് നിലവിൽ എന്തായാലും അന്വേഷണ സംഘം ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകത്തിന് വകുപ്പ് ചുമത്തിക്കൊണ്ട്, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പ് ചുമത്തിക്കൊണ്ട് പോലീസ് ഇയാളെ സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് DNA പരിശോധനാ ഫലമാണ്. അത് ജൈനമ്മയുടെ തന്നെ ശരീരാവശിഷ്ടങ്ങളാണോ എന്ന കാര്യത്തെക്കുറിച്ച് ഉള്ള ഒരു നിഗമനം ഉണ്ടായാൽ മാത്രമേ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം സെബാസ്റ്റ്യൻ പരിപൂർണമായും ഈ കേസിനോട്
നിസ്സഹകരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ആദ്യം മുതൽ ജൈനമ്മയെ അറിയുകയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ജൈനമ്മയും ഒരുമിച്ച് ഫോൺ ഇരുവരുടെയും ഒരേ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് കാര്യമായ ഉത്തരം നൽകാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ജൈനമ്മയുടെ ഫോൺ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് സെബാസ്റ്റ്യൻ ഒരു മൊബൈൽ ചാർജിങ് കടയിൽ അത് റീചാർജ് ചെയ്യുകയും അത് അല്ലാതെ അതിന്റെ പവർ ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് CCTVയിൽ കണ്ടെത്തിയതാണ് വളരെ നിർണായകമായത്. അങ്ങനെയാണ് ഇയാൾ തുടർച്ചയായി കള്ളം തന്നെയാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിനെല്ലാം പിന്നാലെയാണ് ഈ ജൈനമ്മയുടെ സ്വർണം കാണാതെ പോയി. ഫലത്തിൽ ഏതാണ്ട് 9 പവനോളം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം നൽകിയ മൊഴിയിൽ പറയുന്നത്. അങ്ങനെ ഒരു മൊഴി നൽകിയതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് സെബാസ്റ്റ്യൻ പലയിടത്തായി ഏതാണ്ട് 9 പവനോളം സ്വർണം പണയം വെച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. അതിന്റെ രേഖകളിലൊപ്പം തന്നെ ഈ കടക്കാരുടെ മൊഴി അടക്കം ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജൈനമ്മയുമായി ബന്ധമുണ്ട്, മാത്രമല്ല ജൈനമ്മയുടെ സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ സെബാസ്റ്റ്യൻ ഉപയോഗിക്കുന്നു എന്നതാണ് വലിയ സംശയത്തിലേക്ക് പോവുകയും തുടർന്നൊരു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. പോലീസിനെ സംബന്ധിച്ച് എളുപ്പമല്ല കാര്യങ്ങൾ. ക്രൈംബ്രാഞ്ച് സംഘം വലിയ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടുതൽ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണുള്ളത്. കാരണം ഇങ്ങനെയൊരു കേസിൽ സാധാരണഗതിയിൽ പ്രതിയെ ബ്രേക്ക് ചെയ്ത് ചോദ്യം ചെയ്യലിൽ പലതും പ്രതിയെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത്രയും സരളമായി കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. പ്രത്യേകിച്ച് ഏതാണ്ട് പ്രായം അത്രയധികം ഇല്ലെങ്കിൽ പോലും ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും സെബാസ്റ്റ്യനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൽ ഒരു പോലീസ് മുറ പലപ്പോഴും അവിടെ പരിമിതമായി മാത്രമേ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. മാനസികമായി പലതരത്തിലുള്ള രീതികൾ പോലീസ് അവലംബിക്കാറുണ്ടല്ലോ. ശാരീരികമായൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യുന്ന രീതികളും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ അത്തരം കാര്യങ്ങളൊന്നും ഫലത്തിൽ വർക്കാകുന്നില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. SP ഗിരീഷ് P സാരഥി, ഒപ്പം തന്നെ സാജൻ സേവ്യർ DYSP അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലായി ചോദ്യം ചെയ്താൽ അല്പം കൂടി വ്യക്തത വരുമായിരിക്കും. അതോടൊപ്പം DNA പരിശോധനാ ഫലമാണ് നിർണായകം. എത്ര ദിവസത്തിനുള്ളിൽ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ശ്രീജിത്ത്? ടോമ്, ഇത് സാങ്കേതികമായി തെളിയിച്ച് വരേണ്ട സാധനമാണ്. എന്നിരുന്നാൽ തന്നെയും 2-3 ദിവസത്തിനകം ലഭിച്ചേക്കാനുള്ള സാധ്യതയാണുള്ളത്. നമുക്കറിയാം പല കേസുകളിലും DNA പരിശോധനാ ഫലങ്ങൾ സങ്കീർണമാകുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എങ്ങനെയാണ് സാധിക്കുക? പ്രത്യേകിച്ച് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളുടെയും അവശിഷ്ടങ്ങളില്ല, ചില ഭാഗങ്ങളുടെ മാത്രമാണുള്ളത്. അത് കേന്ദ്രീകരിച്ച് പരമാവധി പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി അന്വേഷണം ഈ DNA പരിശോധനാ ഫലത്തിലൂടെ ആര് ഈ കൊല്ലപ്പെട്ടത് എന്ന് തെളിയിക്കാനുള്ള വലിയ ശ്രമമാണ് ഫലത്തിൽ നടത്തുന്നത്. അത് 2-3 ദിവസത്തിനകം ലഭിക്കും. ഏറ്റവും മറ്റൊന്നുള്ളത്, ഈ എല്ലുകൾ മനുഷ്യൻ്റെതാണെന്ന് തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനി പോസ്റ്റ്മോർട്ടം പരിശോധനയും നടന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ഫലത്തിൽ ക്രൈംബ്രാഞ്ചിൽ ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കാലപ്പഴക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. കാരണം ഇത് കേവലം ഏതെങ്കിലും തരത്തിൽ കൊലപാതകം നടത്തി ശരീരം കുഴിച്ചിട്ട നിലയോ അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി വന്ന ശരീരമോ ഒന്നും അല്ല. അതിനപ്പുറത്തേക്ക് ഈ കത്തിക്കരിഞ്ഞ നിലയിൽ ഉള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് മറ്റെവിടെയെങ്കിലും ഇട്ട് കൊന്ന ശേഷം ഇവിടേക്ക് അവശിഷ്ടങ്ങൾ കൊണ്ടിട്ടതാണോ? അങ്ങനെ പല സംശയങ്ങളും ബാക്കിയാണ്. അതിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസിൽ പിന്നീട് പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് പോലീസ് സ്വീകരിക്കാറുള്ളത്. പക്ഷെ ഇവിടെ അതൊരു വലിയ പരിമിതിയായി നിൽക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ DNA പരിശോധനാ ഫലം 2-3 ദിവസം വരുന്ന സമയത്ത് തന്നെ സെബാസ്റ്റ്യൻ കസ്റ്റഡിയിൽ ഉണ്ടാകും. ഇപ്പോൾ നാളെയൊക്കെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. 10 ദിവസത്തേക്കാണ് കസ്റ്റഡി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ലഭിച്ചാൽ ആ ഒരു കാലയളവിനുള്ളിൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിനുള്ളത്. തീർച്ചയായും ശരണ്യ സ്നേഹജൻ കൂടി ചേർന്നുണ്ട്. ശരണ്യ, ഈ ജയനമ്മയുടെ തിരോധാന കേസിന് പിന്നാലെയാണ്, മൃതദേഹാവശിഷ്ടം അവിടെ നിന്ന് കണ്ടെത്തുന്നതിന് പിന്നാലെയാണ് ബിന്ദുവിനെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന ഒരു സംശയത്തിലേക്കും അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. അതോടൊപ്പം ഐഷയെ, പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന ഐഷയെ 13 വർഷം മുൻപ് കാണാതായ കേസിലും സെബാസ്റ്റ്യനെ സംശയിക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന
സൂചനകളാണല്ലോ പുറത്തു വരുന്നത്. അങ്ങനെ ഈ 13 വർഷം മുൻപ് ഈ ഐഷയെ കാണാതായപ്പോൾ അന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. അന്ന് സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ച് സംശയമുണ്ടായിരുന്നു. ടോമ, ഈ കേസുകളെല്ലാം വന്നിരിക്കുന്നത് ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ബിന്ദു പത്മനാഭൻ തിരോധാനവും ജയനമ്മ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന 2 ടീമുകൾ, ഒന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ തന്നെ കോട്ടയത്തുള്ള ടീമും ആലപ്പുഴ SP ഷൗക്കത്തലിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് കേസ് അന്വേഷിച്ചു വരുന്നത്. അതിൽ തന്നെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഐഷയുടെ കേസ് കൂടി റഫർ ചെയ്ത് വരുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ കേസ് ഫയൽ അവർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഐഷയുടെ കുടുംബത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 2012 ഈ പറഞ്ഞ രീതിയിൽ ഐഷയെ കാണാതാകുന്നത്. ഇവരെ ചേർത്തല വാർനാട് സ്വദേശിയാണ്. മുൻ സർക്കാർ ജീവനക്കാരിയാണ്, പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്നു ഇവര്. റിട്ടയർഡായി 2 വർഷത്തിന് ശേഷമാണ് ഇവരെ കാണാതാകുന്നത് എന്നുള്ളതാണ്. ഇവരൊരു പ്രോപ്പർട്ടി, അതായത് ഇവരുടെ കുടുംബ വീടിനോട് ചേർന്ന് ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പ്രോപ്പർട്ടിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ സെബാസ്റ്റ്യൻ ഇവരുമായി പരിചയമുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. പരിസരവാസികളും അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ജീവനക്കാരിയായി ഇവര് സ്ഥലം വാങ്ങുന്നു. സ്ഥലം വാങ്ങി ആ കോമ്പൗണ്ടിൽ ഇവർ ഷെഡ് അടിച്ചിട്ട് ആ ഷെഡിലാണ് ജീവിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ വീട് പണി നടത്തുന്നതിന് വേണ്ടിയുള്ള വീടിന്റെ ബേസ്മെന്റ് അടക്കം കെട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുടുംബത്തോടക്കം സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സ്ഥലത്തിന്റെ തുക പൂർണ്ണമായി നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് പിന്നീട് ഇവരെ കാണാതായതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം മകൻ ഈ പുരയിടം വിറ്റിട്ടുണ്ട്. ആ വിൽക്കുന്ന ഘട്ടത്തിൽ ഇവരെ അന്വേഷിച്ചപ്പോൾ, തുടരന്വേഷണം നടത്തിയപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഉടമയ്ക്ക് മുഴുവനായ പൈസ നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ആ തുക കൂടി ഇവർ നൽകിയാണ്, ഈ കുടുംബാംഗങ്ങൾ നൽകിയാണ് ആ പ്രോപ്പർട്ടി മറിച്ച് വിൽക്കുകയും മറ്റൊരാൾക്ക് വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകൾ ഐഷയും ഒപ്പം തന്നെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ ഒരു ദല്ലാളായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. 2 റിട്ടയർമെന്റിന് ശേഷമുള്ള പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. മറ്റ് അത്തരത്തിൽ വരുമാനമുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു. ആ രീതിയിൽ എന്തെങ്കിലും, അതായത് ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള തുക ഇനി അവർക്ക് ഇയാൾക്ക് സെബാസ്റ്റ്യന് കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള സംശയങ്ങളൊക്കെ പോലീസിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ക്രൈം ബ്രാഞ്ച് ഇപ്പോൾ ഈ 2 തിരോധാന കേസുകൾ തിരോധാനവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയപ്പോഴാണ് ഈ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇവിടെ മറ്റ് 2 കേസുകൾ കൂടി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ബിന്ദു കേസും ഐഷ കേസും, ഈ 2 കേസുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ പരിശോധനകൾ, മണ്ണ് നീക്കം ചെയ്തുള്ള കൂടുതൽ പരിശോധനകൾ ആവശ്യമല്ലേ? ഇരുവരെയും, ഈ 3 പേരെയും സെബാസ്റ്റ്യൻ തന്നെയാണ് കൊലപ്പെടുത്തിയതെങ്കിൽ ഈ വീട്ടുപരിസരത്ത് തന്നെ, വീടിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്ത് കുഴിച്ചിടാനുള്ള സാധ്യതയുണ്ടോ? ആ തലങ്ങളിലേക്കാണോ അന്വേഷണം നീങ്ങുന്നത്? ടോമ, ഇവര് ഇപ്പോഴും ഇതെല്ലാം മിസ്സിംഗ് കേസുകളാണ്. ജയനമ്മയുടെ പോലും നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ ആ മൃതദേഹം അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് ആ സ്ഥലത്ത് ഒരു ചെറിയ കുഴി പോലത്തെ ഭാഗത്താണ് ഈ രീതിയിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ എല്ലുകൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ അത്തരത്തിലൊരു ബോഡി മൊത്തത്തിൽ കൊണ്ടുവന്ന് കത്തിച്ചതിന്റെ ലക്ഷണങ്ങളില്ല. ശരീരത്തിന്റെ എല്ലുകൾ 150ഓളം വരുന്ന എല്ലുകൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രധാനപ്പെട്ട എല്ലിന്റെ ഭാഗങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. താടിയെല്ലിന്റെ ഒരു ഭാഗം ലഭിച്ചിട്ടുണ്ട്, പക്ഷേ പ്രധാന ബോണുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്തതിനു ശേഷം അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വന്ന് കത്തിച്ചതാണോ എന്നുള്ളതടക്കമുള്ള സംശയങ്ങളുണ്ട്. ഇപ്പോൾ നിലവില് എറണാകുളം കേസ്,
ഏറ്റുമാനൂർ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇവിടെ ഇയാളുടെ വീടിൽ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സെബാസ്റ്റിനെ കോട്ടയത്ത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അത് കൃത്യമായി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഇനി ഇവർക്ക് ബിന്ദു കേസുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിലുകൾ വേണം. അതിനുവേണ്ടി RDOയുടെ സഹായം തേടിയിട്ടുണ്ട്. ഈ വീട് പരിശോധനയ്ക്കടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി RDOയുടെ സഹായം തേടിയിട്ടുണ്ട്. ഈ പരിസരം തന്നെ ഒരു 2.5 ഏക്കർ വരുന്ന സ്ഥലമാണ്. വീടിനകത്തേക്ക് നമ്മൾ കയറുന്നത് തന്നെ ഒരു പ്രൈവറ്റ് റോഡ് പോലെയുള്ള റോഡാണ്. അത് കഴിഞ്ഞാണ് ഒരുപാട് അകത്തേക്ക് വന്നാലാണ് ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ട ആ വീട് കാണുന്നത്. ആ പരിസരത്ത് പോലും എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ സെബാസ്റ്റ്യൻ അവിടെ കഴിഞ്ഞ ആഴ്ചയും വന്നു പോയിട്ടുണ്ടെന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വന്നു പോകുന്നു എന്ന് മാത്രമല്ല, ഇയാൾ അവിടെ വരുന്ന ഘട്ടത്തിൽ ചെറുപ്പക്കാരായ ധാരാളം പേർ അവിടെ എത്തുകയും മദ്യപാന സദസ്സടക്കം അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും അവിടുത്തെ നാട്ടുകാർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരുന്നു, അതായത് മോഷണമടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരണങ്ങളൊക്കെ കൂടെ പഠിച്ചവരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളതാണ്. അതിന്റെ ഇദ്ദേഹത്തിന്റെ ഒരു മാനസിക നില തന്നെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. കാരണം ബിന്ദുവിന്റെ സ്വത്തുക്കൾ ഇയാൾ തട്ടിയെടുത്ത് വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി തട്ടിയെടുത്ത് ആണ് ബിന്ദുവിന്റെ സ്വത്തുക്കൾ ഇയാൾ കൈവശം വെക്കുകയും അത് പിന്നീട് വിൽക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ കോടിക്കണക്കിന് രൂപ ഇയാൾക്ക് കിട്ടിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ പൈസ കാറിനകത്തൊക്കെ വെച്ച് കാറിന്റെ ബാക്ക് സീറ്റിലൊക്കെ വെച്ചിട്ട് ആളുകളെ കാണിച്ചുകൊണ്ട് ഈ പൈസ ഉണ്ടെന്നൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ നടന്നിട്ടുണ്ട് ഇയാള്. പലർക്കും മദ്യം ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്ന ഒരാളാണ്. പക്ഷേ ഇയാളെ ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യുമ്പോഴും ഒരു വിവരവും ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു ഇതിലാണ് പോലീസ് നിൽക്കുന്നത്. പക്ഷേ അത് അങ്ങനെ നിൽക്കുമ്പോൾ പോലും ഈ ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്നിട്ടുള്ള ഈ കേസ്, പ്രത്യേകിച്ച് ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു, ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തത് സെബാസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ആ കേസുകൾ നിലനിൽക്കുമ്പോൾ പോലും ഈ കേസ് അന്വേഷണം കൃത്യമായി പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും. പ്രത്യേകിച്ച് ചേർത്തല പോലീസിൽ വന്നിട്ടുള്ള തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഉദ്യോഗസ്ഥർക്ക് പണം നൽകി അടക്കമുള്ള ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സെബാസ്റ്റ്യൻ പലരോടും പറഞ്ഞിരുന്നതായുമുള്ള വസ്തുതകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കോർട്ടിലേക്കാണ് ഈ കേസുകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവര് ജൈനമ്മ കേസിൽ എന്തായാലും ഒരു വലിയ എവിഡൻസ് എന്ന നിലയിൽ ആ ദൃശ്യങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനിയെങ്കിലും ഇതിനകത്തെ ചുരുളുകൾ അഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടോം. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനും ജി ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ചേർത്തലയിലെ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ വീട് പല ദുരൂഹതകളും നിറഞ്ഞതാണ്. 3 സ്ത്രീകളുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ചേർത്തല സ്വദേശിനിയായിട്ടുള്ള മുൻ പഞ്ചായത്ത് ജീവനക്കാരിയുടെ തിരോധാന കേസ് 13 വർഷം മുമ്പാണ് ഐഷയെ കാണാതായത്. ആ കേസിലെ കുറിച്ചും പോലീസ് വിശദമായി തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. കണ്ണൂർ പളുമായി കിണറ്റിൽ ചാടി ശ്രീസ്ഥാ സ്വദേശിനി ധനജയാണ് മക്കളുമായി കിണറ്റിൽ ചാടിയത്. യുവതിയെയും കുട്ടികളെയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. 6 വയസ്സുള്ള മകന്റെ നില ഗുരുതരമാണ്. ആത്മഹത്യാശ്രമം ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്നെന്നാണ് ആരോപണം. സുമേഷ് മോറാഴ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുമേഷ്, എന്താണ് സംഭവിച്ചത്? ടോം, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പരിയാരം ശ്രീസ്ഥയിലെ ധനുജ എന്ന യുവതിയാണ് തന്റെ 2 മക്കളുമൊത്ത് കിണറ്റിൽ ചാടിയത്. ഇതിൽ 4 വയസ്സുള്ള മകളും 6 വയസ്സുള്ള മകനുമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇവരെ തൽക്കാലം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ 6 വയസ്സുള്ള മകന്റെ നില ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവരിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഈ ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും ഈ 2 മാസം മുൻപ് ഈ ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് ഇവർ പരിയാരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഭർത്തൃ വീട്ടിൽ തന്നെ തൊട്ടടുത്തുള്ള കിണറിലായിരുന്നു ഇവർ ചാടിയിരുന്നത്. ഈ യുവതിയുടെ വീട് പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യാ ശ്രമം എന്ന ആരോപണമുണ്ട്. അങ്ങനെ ഇതിനു മുൻപ് യുവതി ധനജ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നോ? ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ?
ടോമി 2 മാസം മുൻപ് ഈ പരിയാരം പോലീസ് സ്റ്റേഷനിൽ ഇത്തരം ഒരു പരാതി നിലവിലുണ്ട്. അതായത് ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് 2 മാസം മുൻപായിരുന്നു ഇത്തരം ഒരു പരാതി ഉണ്ടായിരുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അതിന്റെ കാര്യങ്ങൾ പരാതിയും അതിന്റെ അന്വേഷണമൊക്കെ നടന്നു വരുന്നതിനിടെയായിരുന്നു വീണ്ടും ഇത്തരം ഒരു ആത്മഹത്യ പ്രേരണയ്ക്ക് കാരണമായുള്ള ഒരു കാര്യം വരുന്നത്. ഏതായാലും ഇവരുടെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഈ 6 വയസ്സുള്ള കുട്ടിയുടെ നില ഇപ്പോൾ വളരെ ഗുരുതരമായി തുടരുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. ഏതായാലും പോലീസ് സ്ഥലത്തുണ്ട്. ഈ സമയത്ത് ഭർത്താവും അതുപോലെ തന്നെ അമ്മയും സഹോദരിയും വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? സുമേഷ്, ഇതിൽ ഒരു കുട്ടിയുടെ ആരോഗ്യനില അല്പം മോശമാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അവരുടെ സാഹചര്യം? എന്താണ്? ഉടൻ തന്നെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സിന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ 3 പേരുടെയും ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇതിന് 6 വയസ്സാറിന്റെ നിലയിലാണ് ഇപ്പൊ അധികം ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം. കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത്. മറ്റ് 4 വയസ്സുള്ള പെൺകുട്ടിയുടെ അതുപോലെ അമ്മയുടെയും ആരോഗ്യത്തിലുള്ള കാര്യമായ പ്രശ്നങ്ങളില്ല. ഏതായാലും വലിയൊരു കിണറായിരുന്നു, നല്ല ആഴമുള്ള കിണറായിരുന്നു. വീടിന് ചേർന്നുള്ള കിണറാണെങ്കിൽ പോലും ഒരു അവരുടെ പഴയ വീടിനോട് ചേർന്നുള്ള കിണർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അധികം അവിടെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. നാട്ടുകാരിൽ ആരോ ഒരാൾ ആ ഭാഗത്തേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഇവർ അന്വേഷണം തുടങ്ങി. ഇവരെ കാണാതെ തുടർന്ന് അന്വേഷണം നോക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നാട്ടുകാരും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ നടത്തിയത്. ഏതായാലും 6 വയസ്സുകാരന്റെ ആരോഗ്യത്തിലാണ് ഇപ്പം പ്രയാസം നേരിടുന്നത്. ഇതിപ്പോ അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. യെസ്, വ്യക്തമാണ്. സുമേഷ് മോറാഴയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കൊച്ചി ഇൻഫോ പാർക്കിലെ ശുചിമുറിയിൽ ഒളിക്യാമറ. പാർക്ക് സെന്റർ കെട്ടിടത്തിലെ സ്ത്രീകളുടെ ശുചിമുറിയിലായിരുന്നു ഒളിക്യാമറ കണ്ടെത്തിയത്. പാർക്ക് സെന്റർ ഡെപ്യൂട്ടി മാനേജർ നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറയുന്നു. പാർക്ക് സെന്ററിലെ ജീവനക്കാരനെയാണ് സംശയം. ഇയാൾ ഒളിവിലാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എങ്ങനെയാണ് ഈ ഒളിക്യാമറ ശ്രദ്ധയിൽപ്പെട്ടത്? ഈ ജീവനക്കാരനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെ നീങ്ങുന്നു? ഇൻഫോ പാർക്കിലെ പാർക്ക് നിലയിലെ ശുചിമുറിയിൽ, അത് വനിതകളുടെ ശുചിമുറിയിലാണ് ഒളിക്യാമറ. ഈ ശുചിമുറിയിൽ കയറിയ ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിലൊരു ക്യാമറ വെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഒളിക്യാമറയാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വാഷ് ബേസിന് തൊട്ട് താഴെയായി ഈ സ്ത്രീകളുടെ ശുചിമുറിയിൽ വാഷ് ബേസിൽ തൊട്ട് താഴെയായിട്ടാണ് ഈ ക്യാമറ സ്ഥാപിച്ചിരുന്നത്. ഇത് ക്ലോസറ്റിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലേക്കാണ് ഈ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നത്. പിന്നീട് ഇൻഫോ പാർക്ക് പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഈ ക്യാമറയിൽ ഇത്തരത്തിൽ ആ സമയത്തും ഈ ക്യാമറ കണ്ടെത്തുന്ന സമയത്തും അത് റെക്കോർഡിംഗ് ആയിരുന്നു. പിന്നീട് വിശദമായ പരിശോധനയിലാണ് സ്ത്രീകളുടെ ഈ ശുചിമുറിയിൽ അവർ വരുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയിട്ട് ആരോ സ്ഥാപിച്ചതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ സ്ഥാപനത്തിൽ തന്നെ ഉള്ള ഒരു ജീവനക്കാരനാണ് ഈ ക്യാമറ സ്ഥാപിച്ചതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പുരോഗമിച്ചിരിക്കുകയാണ്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷെ ഇതിന്റെ കൂടുതൽ വിവരങ്ങളും പോലീസ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. പോലീസ് ഈ ക്യാമറ കണ്ടെത്തിയതോടുകൂടി ഇയാൾ ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്ന വിശദീകരണവും. ചില കാര്യങ്ങൾ കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇയാളെ കാണുമ്പോൾ പോലും എന്നാണ് ആ ക്യാമറ അവിടെ സ്ഥാപിച്ചത്? അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഈ ക്യാമറ വിശദമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ സ്ത്രീകൾ, പ്രത്യേകിച്ചും നിരവധി യുവതികളടക്കം ജോലി ചെയ്യുന്നുണ്ട് ഇൻഫോ പാർക്കിൽ. അവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ ഈ ഫോണിൽ ഇത് പകർത്തുക, അതിനപ്പുറം ഇത് പ്രചരിപ്പിക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ?
അത്തരത്തിലുള്ളൊരു ഭീഷണിപ്പെടുത്തലൊന്നും തന്നെ ഈ യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പകരം ഈ ദൃശ്യങ്ങൾ മാത്രമാണ് ഇയാൾ പകർത്തിയിരുന്നതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. 26-ാം തീയതിയാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. പോലീസ് ഇന്നലെയാണ് കേസെടുത്ത് ഇതിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്നാലും പ്രതിയെ ഉടനെ തന്നെ പിടികൂടും എന്ന് തന്നെയാണ് പറയുന്നത്. ഈ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന, ആ കെട്ടിടത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇയാൾ എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സഹപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളെല്ലാം വളരെ പേടിയിലും ഒപ്പം തന്നെ വളരെ വിഷമത്തിൽ കൂടിയാണ്. ഇവർക്കറിയാവുന്ന ഒരു യുവാവ് തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഉടനെ തന്നെ പ്രതിയെ പിടികൂടുമെന്നു കൂടിയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കേട്ടോ. അങ്ങനെ ഇതിന് മുൻപ് ഇത്തരം പരാതികൾ ഇവിടെ നിന്നും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ശുചിമുറിയിൽ ക്യാമറ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുന്ന അങ്ങനെ ഒരു സംഭവങ്ങൾ എന്തെങ്കിലും ഇതിനു മുമ്പ് പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്? പ്രത്യേകിച്ചും പോലീസിൻ്റെയൊക്കെ കൃത്യമായ പരിശോധനകളുള്ള സ്ഥലമാണ്. രാത്രി സമയങ്ങളിലും സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന സ്ഥലം കൂടിയാണ്. മറ്റു മോശപ്പെട്ട ദുരനുഭവങ്ങളൊന്നും ഇതുവരെയും ഇൻഫോ പാർക്കിലോ മറ്റ് സമീപ പ്രദേശങ്ങളിലോ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ നവമി? എല്ലാ സമയങ്ങളിലും പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം കൂടി ഉള്ള ഇടമാണ് ഈ ഇൻഫോ പാർക്ക്. ഇതാദ്യമായാണ് ഇവിടെ ഒളിക്യാമറ കണ്ടെത്തുകയും പിന്നീട് പോലീസിന്റെ അന്വേഷണമൊക്കെ എത്തുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. സമാനമായ രീതിയിൽ മുമ്പൊന്നും ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടൊന്നും തന്നെയില്ല. ആദ്യമായിട്ടാണ് ഇൻഫോ പാർക്കിലെ പാർക്ക് സെന്ററിൽ രണ്ടാമത്തെ നിലയിൽ ശുചിമുറിയിൽ, വനിതകളുടെ ശുചിമുറിയിൽ ഇങ്ങനെ ഒളിക്യാമറ വെച്ച രീതിയിലേക്ക് പോവുകയും പിന്നീട് അവിടെ പോലീസിന്റെ ഒരു അന്വേഷണമൊക്കെ എത്തുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കറിയാം ഈ വണ്ടിപ്പെരിയാറാണ്, ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്നത് ക്യാമറ വെച്ച് പകർത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ പിടികൂടുകയും ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ആ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും സമാനമായ രീതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെ ഇൻഫോ പാർക്കിലാണ്. അതും ആ സ്ഥാപനത്തിലെ തന്നെ ഒരു ജീവനക്കാരനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും വീണ്ടും ഇൻഫോ പാർക്കിലെ മറ്റിടങ്ങളിലുമൊക്കെ ഒരു പോലീസിന്റെ പരിശോധനയും അല്ലെങ്കിൽ നിരീക്ഷണവും ഒക്കെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി പിടിയിൽ. മൈലക്കാട് സ്വദേശി സുനിൽകുമാറാണ് കൊല്ലം സിറ്റി പോലീസിന്റെ പിടിയിലായത്. ഇത്തിക്കര പാലത്തിന് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, കഴിഞ്ഞ ദിവസം ഈ KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ആ യുവതി തന്നെയാണ് ആ ദൃശ്യം അത് മൊബൈൽ പകർത്തിയത്, പിന്നീട് പോലീസിൽ പരാതി നൽകിയത്. ഇയാൾ എങ്ങനെയാണ് പിടികൂടാൻ കഴിഞ്ഞത്? ഇതുപോലുള്ള ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണോ പിടിയിലായ സുനിൽകുമാർ? KSRTC ബസ്സിനുള്ളിൽ യാത്രക്കാർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പരാതിയിലാണ് പ്രതി പിടിയിലായിരിക്കുന്നത്. കുട്ടിയം മൈലക്കാട് സ്വദേശിയായ സുനിലാണ് പിടിയിലായത്. ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. നമുക്കറിയാം, ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവമായിരുന്നു. KSRTC ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തി ഇത് ഒരു യുവതി പരാതി നൽകിയായിരുന്നു. കൊല്ലം പോലീസിന് നൽകിയ പരാതി തുടർന്നാണ് അന്വേഷണം നടത്തിയത്. ഈ ഒരു സംഭവം ദൃശ്യങ്ങൾ സഹിതം പ്രചരിച്ചതോടുകൂടി ഈ മൈലക്കാട് ഉള്ള പ്രദേശവാസികൾ ഇത് ആളെ തിരിച്ചറിഞ്ഞു. അങ്ങനെ സുനിലിന്റെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുനിൽ അവരോട് പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ കാണുന്ന വ്യക്തി ഞാനല്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവരോട് പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ കാണുന്ന വ്യക്തി ഞാനല്ല എന്ന് പറയുകയും അങ്ങനെ പറഞ്ഞൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അപ്പോ പിന്നെ നാട്ടുകാർ അവിടെ നിന്നും തിരിച്ചു പോയതിനെ തുടർന്നാണ് ഇയാൾ അവിടെ നിന്ന് മുങ്ങി. അങ്ങനെ പോലീസിന് കൃത്യമായി വിവരം ലഭ്യമായി. പോലീസ് അങ്ങനെ രാത്രിയോടുകൂടി ഇയാളെ പിടികൂടുകയായിരുന്നു. എന്തായാലും ഇയാളെപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കേട്ടോ.
വിനീഷ്, ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഈ പിടിയിലായ സുനിൽകുമാറിനെതിരെ സമാനമായ ഏതെങ്കിലും പരാതികളോ കേസോ ഉള്ളതാണോ? പ്രതി എന്തായാലും വളരെ വ്യക്തമാണ്, ഇയാൾ തന്നെയാണ്, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. മുൻപ് ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ സുനിൽകുമാർ? അത്തരത്തിലുള്ള കാരണം അയാൾ ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ജോലിയൊക്കെ ജീവിക്കുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇയാൾ ഉണ്ടായ ഒരു കുറ്റം. എന്തായാലും പോലീസ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് കേസുകളൊന്നും നിലവിലില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇയാളെ റിമാൻഡ് ചെയ്യുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത് കേട്ടോ. വ്യക്തമാണ് വിനീഷ്. കഴിഞ്ഞ ദിവസം, അതായത് തിരുവനന്തപുരത്ത്, അതുപോലെ കൊല്ലത്ത് 2 ഇടങ്ങളിൽ, അങ്ങനെ 3 ഇടങ്ങളിലാണ് ഇന്നലെ മാത്രം സമാനമായ സംഭവങ്ങൾ ഉണ്ടായത്. ഒരു കൊല്ലത്ത് തന്നെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ, സ്കൂൾ കോമ്പൗണ്ടിന് ഉള്ളിൽ കയറി വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ആ കേസിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നോ? തീർച്ചയായും ടോം, ഇന്നലെ തന്നെ കൊല്ലത്തെ 2ാമത്തെ സംഭവമാണ് ഇത്. ആദ്യത്തെ സംഭവം ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ചലാണ്. ഒരു സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഒരാൾ നഗ്ന പ്രദർശനം നടത്തി. കുട്ടികളുടെ ഇടയിൽ നഗ്ന പ്രദർശനം, അത് അധ്യാപകർ അതിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അയാൾ മദ്യലഹരിയിലായിരുന്നു, മറ്റ് ലഹരിക്ക് അടിമയാണെന്നാണ് നമുക്കറിയാം. എന്തായാലും അയാൾ ഇന്നലെ തന്നെ റിമാൻഡിലായ സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നിരന്തരം വർദ്ധിക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു ഈ കുട്ടികൾക്ക് നേരെ, അതുപോലെ സ്ത്രീകൾക്ക് ഇത്രത്തോളം സംരക്ഷണം ഒക്കെയുള്ള നമ്മുടെ ഈ നാട്ടിൽ ഇവർക്കെതിരെയുള്ള ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ഇത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കർശനമായ നടപടിയാണ് ഇതിന് വേണ്ടത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള വലിയ ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായുള്ള അന്വേഷണങ്ങൾ. കൊല്ലത്ത് നിന്ന് എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് KSRTC ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കൊച്ചിയിൽ IT കമ്പനി ഉടമയെ ഹണി ട്രാപ്പിൽ കുടുക്കി 30 കോടി തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് തൃശൂർ സ്വദേശികളായ ദമ്പതിമാരെ കഴിഞ്ഞ ദിവസം എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വലപ്പാട് സ്വദേശി കൃഷ്ണദേവും ഭാര്യ ശ്വേതയുമാണ് പിടിയിലായത്. വ്യവസായിയുടെ സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു ശ്വേത. സ്ഥാപന ഉടമയുമായി ശ്വേതയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്നും പീഡനക്കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടാൻ ശ്രമിച്ചത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇതൊരു ഹണി ട്രാപ്പിൽ കുടുക്കി ലക്ഷങ്ങളൊക്കെ തട്ടിയെടുത്ത കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ 30 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമം നടക്കുന്നു. അവിടെ ഭാര്യയും ഭർത്താവുമാണ് പിടിയിലായിരിക്കുന്നത്. ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ആരെങ്കിലും കബളിപ്പിച്ചിട്ടുള്ള, സമാനമായ രീതിയിൽ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയിട്ടുള്ള വ്യക്തികളാണ് ഇവർ? ടോമ, അത് സംബന്ധിച്ച പോലീസ് പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ നിലവിൽ അവർ റിമാൻഡിലാണ്. കസ്റ്റഡിയിൽ വാങ്ങിയവരെ വിശദമായുള്ള ചോദ്യം ചെയ്യലും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. അപ്പോൾ പോലീസിന് പല സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഒരു ആദ്യ ശ്രമം ആയിരിക്കില്ല എന്ന അനുമാനത്തിൽ തന്നെയാണ്, ടോം ചോദിച്ചതുപോലെ ആദ്യ ശ്രമം ആയിരിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരെ മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറും അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിൽ പോലീസിനെ നല്ല എല്ലാവരെയും അമ്പരപ്പിക്കുന്നത് ഇവർ ആവശ്യപ്പെട്ട തുകയാണ്. 30 കോടി രൂപയാണ് ഇവർ ഇയാളിൽ നിന്ന് ആവശ്യപ്പെട്ടത്. അത് ചോദിച്ച രീതിയെല്ലാം തന്നെ ഇവരെ വിളിച്ചു വരുത്തുകയും തങ്ങളുടെ കയ്യിൽ ചില ചിത്രങ്ങളുണ്ട്, തങ്ങൾ അത് പുറത്തുവിടും എന്ന് പരാതി നൽകും, പീഡന പരാതി അടക്കമുള്ള കാര്യങ്ങൾ നൽകുമെന്ന് കാര്യങ്ങളെല്ലാം തന്നെ അവരോട് പറയുകയും അതിൽ 10 കോടി രൂപ ശ്വേതയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ശ്വേത അവിടുത്തെ മുൻ ജീവനക്കാരിയാണ്. പിന്നീട് അവരവിടെ നിന്ന് പുറത്താവുകയായിരുന്നു. ഇവരിൽ നിന്ന് 10 കോടി രൂപയാണ് ആദ്യ ഗഡുവായി ആവശ്യപ്പെടുന്നത്. ഇതിനുശേഷം 20 കോടി രൂപയ്ക്ക് ചെക്ക് നൽകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ ആദ്യഘട്ടത്തിൽ നൽകിയത് 50,000 രൂപ ആദ്യഘട്ടം നൽകി. അതിനുശേഷം 20 കോടി രൂപയ്ക്ക് ചെക്കുകളും നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിനുശേഷം ഈ ഉടമ ഒപ്പം തന്നെ മറ്റ് ജീവനക്കാരോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും തുടർന്ന് അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. കാര്യങ്ങൾ വിശദമായി ബോധിപ്പിച്ചുകൊണ്ടാണ് പരാതി നൽകുകയും ചെയ്തത്. തുടർന്ന് എറണാകുളം സെൻട്രൽ ICPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഈ പ്രതികളെ കൊടുക്കുന്നത്. ഈ ചെക്ക് ഇവർ കൈപ്പറ്റി തിരികെ വരുമ്പോൾ തന്നെയാണ് പോലീസ് ഇവരെ പിടികൂടുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇവരെ പോലീസ്
അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പോലീസ് അന്വേഷിക്കുന്നത് ഇവർക്ക് ആരുടെയെങ്കിലും സഹായമുണ്ടോ, കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. അത് ഈ തുക വലിയ രീതിയിലൊരു തുക ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ സാങ്കത്യം എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ കുറെ കൂടി അന്വേഷണം നടത്താനുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ തുക ആവശ്യപ്പെടുന്നു, ഇത് ഈ രീതിയിലേക്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ പറയുന്നു. അപ്പോൾ ഇവർക്ക് മറ്റാരുടെയെങ്കിലും പ്രേരണ ഇത്തരം കാര്യങ്ങളിലുണ്ടോ, ഈ ഗൂഢാലോചനയിൽ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ ദമ്പതികൾ ഇതിനു മുൻപ് മറ്റാരെങ്കിലും ഇതുപോലെയുള്ള ഈ വിഷയങ്ങളിൽ പെടുത്തി പണം വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിച്ച് വരികയാണ്. തൃശ്ശൂർ സ്വദേശികളാണ് രണ്ടുപേരും. എന്തായാലും അവിടെ ഏതെങ്കിലും രീതിയിലുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ച് വരികയാണ്. ടോം. ഡാനി, അങ്ങനെ പോലീസിനൊരു സംശയമുണ്ട്, കാരണം ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന്. ഈ കൃഷ്ണദേവും ഭാര്യ ശ്വേത, ഈ രണ്ടുപേരും മാത്രം ചേർന്ന് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്താനുള്ള സാധ്യത ആണോ പോലീസ് കരുതുന്നത്, അതോ അതിനപ്പുറം കൂടുതൽ ആളുകൾ ഇതുപോലുള്ള ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കാനുള്ള കാരണം എന്താണ്? പോലീസ് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് കാരണം ഇവർ ചില ചിത്രങ്ങൾ നിർമ്മിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കമ്പനി ഉടമ നൽകിയിരിക്കുന്ന അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതിന് ഈ ചിത്രങ്ങൾ ആരെങ്കിലും സഹായത്തോടു കൂടി നിർമ്മിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇവർക്ക് മറ്റാരുടെയെങ്കിലും സഹായം ഏതെങ്കിലും രീതിയിൽ ലഭിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കുകയും ചെയ്യുന്നത്. ഒപ്പം ഇത്രയും വലിയ തുക എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തുക ആവശ്യപ്പെട്ടുകൊണ്ട് അയാളിൽ നിന്ന് പിരിക്കുന്നത്? കാരണം നമ്മൾ പോലും ഇത് പലപ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഭീമമായ തുകയ്ക്ക് വിലപേശൽ നടത്തുക, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എങ്കിൽ എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം? അപ്പോൾ അത്രയും കണ്ട ഇവർ ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഇവരുടെ കയ്യിൽ പല ചിത്രങ്ങളുമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കമ്പനിയോടും അതെല്ലാം തന്നെ നിഷേധിക്കുന്നു. അങ്ങനെയല്ല സംഭവം എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ ഭീഷണിപ്പെടുത്താൻ പര്യാപ്തമായ രീതിയിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്രിമമായി നിർമ്മിച്ചതാകാം. അങ്ങനെയെങ്കിൽ അത് ആരുടെയെങ്കിലും സഹായത്തോടു കൂടിയാണ്. ഇവർക്ക് അത്ര കണ്ട സാങ്കേതിക പരിജ്ഞാനമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആരുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ ആരുടെയെങ്കിലും പങ്കാളിത്തം, സഹായം എന്നെല്ലാം തന്നെ ഈ കേസിലുണ്ടോ എന്നത് പോലീസ് പരിശോധിക്കുകയും വരുന്നത്. അതുമാത്രവുമല്ല, ഈ ഒരു വലിയ കമ്പനി ഈ രീതിയിലേക്ക് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അതിന് മറ്റ് ഏതെങ്കിലും കാരണങ്ങളുണ്ടോ, അതിന് ആരുടെയെങ്കിലും പ്രേരണ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും ഈ കേസ് സംബന്ധിയായ കാര്യങ്ങൾ ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിലേക്ക് ചോദ്യം ചെയ്യുമ്പോൾ ആണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കി 30 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിലാണ് ദമ്പതികൾ അറസ്റ്റിലായത്. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തിന് പിന്നിൽ എന്താണ്? നിവിൻ പോളിയുടെ പരാതി വ്യാജമെന്ന ആരോപണവുമായി നിർമ്മാതാവ് PS ഷംനാസ് രംഗത്തെത്തിയിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജു 2വിന്റെ അവകാശം മാറ്റാൻ നിവിൻ പോളിയുടെ അനുമതി വേണ്ട, ഫിലിം ചേംബർ തനിക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്നത് വ്യാജ വാർത്തയാണെന്നും വ്യാജരേഖകൾ ചമച്ചല്ല ചിത്രത്തിന്റെ അവകാശം സ്വന്തമാക്കിയതെന്നും ഷംനാസ് ന്യൂസ് 18നോട് പറഞ്ഞു. തീർത്തും ഒരു കള്ളക്കേസാണ് ഇപ്പോൾ പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ആക്ഷൻ ഹീറോ ബിജു 2 എന്ന് പറയുന്ന ചിത്രത്തിന്റെ റൈറ്റ്സ് ഫിലിം ചേംബറിൽ എന്റെ പേരിലേക്ക് മാറ്റാൻ പോളി ജൂനിയറിന്റെയോ നിവിൻ പോളിയുടെയോ യാതൊരു സമ്മതപത്രവും ആവശ്യമില്ല. ഇത് ഫിലിം ചേംബറിൽ വിളിച്ച് അന്വേഷിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ പടത്തിന്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നത് ഷിബു തെക്കുംപുറം എന്ന് പറയുന്ന ആളുടെ അടുത്തായിരുന്നു. അദ്ദേഹമായിരുന്നു ബിജു 1ന്റെ പ്രൊഡ്യൂസർ. അതിൽ നിന്നും ഇതിന്റെ റൈറ്റ്സ് എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷന്റെ ബാനറിലേക്ക് മാറ്റുകയുണ്ടായി. പിന്നീട് 2024 എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിന്നാണ് ഇത് എന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഇന്ത്യൻ മൂവി മേക്കേഴ്സിന്റെ ബാനറിലേക്ക് ഈ ചിത്രത്തിന്റെ അവകാശം മാറ്റിയിരിക്കുന്നത്. അതിന് എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിന്റെ അനുവാദം മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാതെ പോളി ജൂനിയർ പിക്ചേഴ്സിന്റെയോ നിവിൻ പോളിയുടെയോ യാതൊരു നവമി, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വഞ്ചന വകുപ്പ് ചുമത്തി വഞ്ചനാ കേസ് നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാ കേസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കേസ് മാറി മറിയുന്നു. PS ഷംനാസ്, നിർമ്മാതാവ് ഷംനാസ് വ്യാജരേഖ ചമച്ച് ഈ സിനിമയുടെ അവകാശം മാറ്റാൻ ശ്രമിച്ചുവെന്ന കേസ് ഷംനാസിനെതിരെ വരുന്നു. ഒടുവിൽ വിശദീകരണവുമായി, ഈ ആരോപണങ്ങൾക്കെല്ലാം വിശദീകരണവുമായി നിർമ്മാതാവ് ഷംനാസ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്?
ടോം, നിവിൻ പോളിയുടെ പരാതിയിൽ ഇന്നലെയാണ് പാലാരിവട്ടം പോലീസ് ഷംനാസിനെതിരെ കേസെടുത്തത്. പോലീസ് എന്തായാലും ഇതിന്റെ ഒരു അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ വ്യാജ ഒപ്പിട്ടാണ് ഇതിന്റെ പകർപ്പ് അവകാശം സ്വന്തമാക്കിയതെന്നാണ് നിവിൻ പോളി പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ നിവിൻ പോളി ഹാജരാക്കിയ രേഖകളെല്ലാം ശാസ്ത്രീയമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ അതിനൊരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പരാതിക്കാരനായിട്ടുള്ള നിർമ്മാതാവ് ഷാനവാസ് പറയുന്നത് പ്രകാരം താൻ നിവിൻ പോളിക്കെതിരെയും എബ്രിഡ് ഷൈനെതിരെയും പരാതി നൽകിയതിന്റെ പ്രതികാരമായിട്ടാണ് തനിക്കെതിരെ കള്ളക്കേസ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. താൻ ആരെയും പറ്റിച്ചിട്ടില്ല, തനിക്ക് എബ്രിഡ് ഷൈനിൽ നിന്ന് തന്നെയാണ് ഈ സിനിമയുടെ പകർപ്പവകാശം ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കള്ളക്കഥ, ഈ ഒരു കള്ളക്കേസ് തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നിർമ്മാതാവ് കൂടിയായിട്ടുള്ള പരാതിക്കാരൻ വ്യക്തമാക്കുന്നത്. ഈ ഫിലിം ചേംബർ തനിക്കെതിരെ ഇതിലൊരു യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല, തന്റെ കമ്പനിയെ ഫിലിം ചേംബർ പുറത്താക്കിയിട്ടുമില്ല എന്നുകൂടി ഷാനവാസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്തൂടി നടക്കുകയാണ്. നേരത്തെ തന്നെയാണ് ഈ ഷാനവാസ ഈ സിനിമ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രം ഇയാൾ പരാതിക്കാരന്റെ അനുവാദമില്ലാതെ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് വിതരണാവകാശം നൽകി എന്നൊരു പരാതിയുമായി ബന്ധപ്പെട്ടാണ് ആദ്യം തലയോലപ്പറമ്പ് പോലീസിന് ഇയാൾ പരാതി നൽകുന്നത്. പിന്നീട് വിശദീകരണവുമായി നിവിൻ പോളി രംഗത്തെത്തിയെങ്കിൽ പോലും അതിന്റെ കേസും നിവിൻ പോളിയെയും എബ്രിഡ് ഷൈനെയും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കുന്ന സാഹചര്യം വരെ പോലീസിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ നിവിൻ പോളി തന്നെ കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആക്ഷൻ ഹീറോ ബിജു സിനിമ വൻ ഹിറ്റായിരുന്നു. അതിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അതിനിടെയാണ് ഈ രീതിയിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ചിത്രത്തിന്റെ ചിത്രീകരണവും ഇപ്പോൾ തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.